ഇവിടെ അധ്യാത്മജീവിതം നയിക്കുന്ന സാധകന്മാർ ധാരാളം പേരുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ബ്രഹ്മചര്യം സന്യാസം സ്വീകരിച്ച് അങ്ങനെ നടക്കുന്ന പലരുമുണ്ട്. അവരുടെ പ്രസംഗങ്ങളും ബാക്കി പരിപാടികളിലുമെല്ലാം പങ്കെടുത്ത് അധ്യാത്മത്തിൽ താല്പര്യമുള്ളവരും കുറേ പേരുണ്ട്. അവരെല്ലാവരും കൊതിക്കുന്നത് ധ്യാനിച്ച് 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 സമാധി കൈവരിക്കണം എന്നാണ്. എന്നാൽ ആരെങ്കിലും ധ്യാനിക്കുമ്പോൾ സമാധി കൈവരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ അപൂർവമാണ്. കാരണം ധ്യാനിക്കുന്നവരൊക്കെ പറയണത് അയ്യോ എൻ്റെ മനസ്സിനെ എനിക്ക് പിടികിട്ടണില്ല എന്നാണ്. മനസ്സ് ചിന്തിക്കുന്നു. ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല. ധ്യാനത്തിൻ്റെ ഭീമഭാഗവും മനസ്സിനെ മനസ്സിലാക്കാനാണ്. നമ്മുടെ മനസ്സിൽ ഉദ്ഭവിക്കുന്ന വൃത്തികളുണ്ടല്ലോ, ചിത്തവൃത്തികളെല്ലാം അവയുടെ സ്രോതസ്സിൽ ചെന്ന് അലിഞ്ഞു പോകുമ്പോഴാണ് ഈ സമാധി ഉണ്ടാകുന്നത്. അത് അണയണമെങ്കിൽ മനസ്സുമായിട്ടൊരു പിണക്കം നമുക്ക് പറ്റില്ല. മനസ്സിനോട് പിണങ്ങേണ്ട ആവശ്യമില്ല. അതിൽ വരുന്നതൊക്കെ അതിൽ തന്നെ ലയിച്ചു പോകുന്നതാണ്. എന്ത് വേണമെങ്കിൽ മനസ്സിൽ വന്നോട്ടെ, നിങ്ങൾ എന്തിനാ പരിഭ്രമിക്കണേ? അതൊക്കെ അതിൽ അമർന്നു പോകാനുള്ളതാണ്. ആ അമർന്നു പോകാനുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യം എന്താ? ഒരാവശ്യമില്ല.